മലപ്പുറം എടപ്പാളിൽ ക്ഷേത്ര മോഷണത്തിനെത്തിയ യുവാവ് ബൈക്ക് മറന്നുവെച്ചു. ഗുരുവായൂർ സ്വദേശി അരുണാണ് മോഷണം നടത്തിയ ശേഷം ബൈക്ക് പാർക്ക് ചെയ്ത് സ്ഥലം മറന്നുപോയത്. പിന്നാലെ അയാൾ പോലീസിൽ പരാതി നൽകാനും എത്തി. ബൈക്ക് കളവ് പോയെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകാനെത്തിയപ്പോൾ ക്ഷേത്ര മോഷണ കേസിൽ അരുൺ അറസ്റ്റിലായി. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഇത് മോഷണത്തിനിടെ ആൾക്കാർ ഉറങ്ങിപ്പോയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ബൈക്ക് വെച്ച സ്ഥലം മറന്നുപോവുക, അത് പോലീസിനെ സമീപിക്കുക എന്നൊക്കെ പറയുന്നത് എന്താ സമീർ? ആഷ്മി, പോലീസ് തേടി നടന്ന പ്രതി സ്റ്റേഷനിൽ വന്നു കയറി തന്നെ പിടിച്ചോളൂ എന്ന് പറയും പോലെയാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. കഴിഞ്ഞ ഈ ജനുവരി 5-ാം തീയതിയാണ് എടപ്പാൾ വട്ടംകുളത്ത് കാന്തല്ലൂരിൽ ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്. ഈ മോഷണം നടക്കുകയും ഇവിടെ നിന്ന് ഈ ഗുരുവായൂർ സ്വദേശി അരുണ് 8000 രൂപ കവരുകയും ചെയ്തു. എന്നാൽ മോഷണം നടത്താൻ വന്ന സമയത്ത് ഈ അരുൺ സ്വന്തം ബൈക്കിലായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ മോഷണം നടത്തിയതിനു ശേഷം ഈ ബൈക്ക് എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് പ്രതി മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ആരുടെയും പിടിയിൽ പെടുമെന്ന് പേടിച്ച് ഈ ബൈക്ക് എടുക്കാതെ പ്രതി കടന്നു കളയുകയായിരുന്നു. അതിന് പിന്നാലെ മോഷണ പരാതിയുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തിൽ നിന്നും അസ്വാഭാവികമായി കണ്ടെത്തിയ ബൈക്കും ഈ ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ്, ഇന്നലെയാണ് ഈ പ്രതി ഈ പോലീസ് സ്റ്റേഷനിൽ തന്റെ ബൈക്ക് മോഷണം പോയി എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പോലീസിന് സംഭവത്തിൽ മൊത്തത്തിലൊരു സംശയം തോന്നിയതോടുകൂടി പ്രതിയെ ചോദ്യം ചെയ്തതോടുകൂടി ഈ അരുണാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതോടുകൂടി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ രസകരമായിട്ടുള്ള ഈ ഒരു കഥ എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. ആഷ്മി, സമീർ ബിൻ ഗിരിയുമാണ് എന്ന് പറഞ്ഞാൽ ബൈക്കിൽ മോഷണം നടത്തി ബൈക്ക് എവിടെ വെച്ചിട്ടാണ് പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലം ഒന്ന് മറന്നുപോയി. പിന്നീട് പോലീസ് സ്റ്റേഷനിലൂടെ പരാതി കൊടുക്കാനെത്തി. പാവം.